തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ മണവാരിയിലാണ് ഗോപി ആശാനും ഭാര്യ സുമതിയും താമസിച്ചിരുന്നത്. ഇവർക്ക് 2 മക്കളുണ്ട്. മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പ്രത്യേകം കുടുംബവുമായിട്ട് താമസിക്കുകയാണ്. മകനാണെങ്കിൽ ഇവരുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തോട്ടാണ് വാടകയ്ക്ക് ഭാര്യയും കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നത്. ആശാന് ഇപ്പോൾ 76 വയസ്സായി. തീർത്തും അവശനാണ്. ഒരു സഹായമില്ലാതെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. ഒരു വശം തന്നെ തളർന്നുപോയി. ഭാര്യ സുമതിയാണ് എല്ലാത്തിനും ആശ്രയം. ഇവർ 2 പേരും ആദ്യം മകളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് ചില കാരണങ്ങളാൽ ഇവർ അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. ഒറ്റ മുറിയും അടുക്കളയും വരാന്തയും അടങ്ങിയ ഒരു ചെറിയ വീടാണ് ഇവരുടേത്. ഈ ഗോപിയാശാൻ എന്ന് വച്ചാൽ തന്നെ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമാണ്. ആയ കാലത്ത് അദ്ദേഹം വളരെ ഒരു പരോപകാരിയായിരുന്നു എല്ലാവർക്കും. മാത്രമല്ല, നാട്ടിൽ എന്തിനും ഏതിനും ഒരു കാര്യം വന്നാൽ മുന്നിട്ടിറങ്ങും ഗോപിയാശാൻ. പക്ഷേ ഇപ്പോഴത്തെ ആശാന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അങ്ങനെ ഇരിക്കേണ് ഒരു ദിവസം അടുത്ത് താമസിക്കുന്ന മകൻ അച്ഛനെ കുളിപ്പിക്കാനായിട്ട് ഉച്ചയോടെ ആ വീട്ടിലേക്ക് വരുന്നത്. സാധാരണ ഈ മകനാണ് രാവിലെ വന്ന് അച്ഛനെ കുളിപ്പിച്ചിട്ട് പോകുന്നത്. അന്ന് അവൻ ഉച്ചയ്ക്കാണ് വരുന്നത്. അച്ഛനെ കുളിപ്പിച്ചിട്ട് പോയ ശേഷം ചില ദിവസങ്ങളിലൊക്കെ സുമതി പതുക്കെ ഭർത്താവിനെ കസേരയിലൊന്ന് കൊണ്ടിരുത്തും. ഈ ഒരേ കിടപ്പ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരിയൊക്കെ ഒന്ന് ഇരിക്കുന്നത് ഇയാൾക്കൊരു ആശ്വാസമാണ്. അങ്ങനെ അന്നും മകൻ അച്ഛനെ കുളിപ്പിക്കാനായിട്ട് വരികയാണ്, അതും ഉച്ചയ്ക്ക്. അച്ഛനെ കുളിപ്പിച്ചിട്ട് മകൻ തിരിച്ച് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കിയിട്ട് മകൻ തിരിച്ച് പോവുകയും ചെയ്തു. അതിനുശേഷം സുമതിക്ക് ആശാനെ ഒന്ന് കസേരയിലോട്ട് ഇരുത്തണമെന്ന് തോന്നി. അങ്ങനെ അവർ പതുക്കെ ഭർത്താവിനെ പിടിച്ച് കസേരയെ കൊണ്ട് ഇരുത്തി. കസേരയിൽ ഇരുന്നതും കുളിച്ചത് കൊണ്ടായിരിക്കും നല്ല സുഖത്തിൽ ഈ ആശാൻ ഉറങ്ങിപ്പോയി. കണ്ണ് അടഞ്ഞു പോയതേ അയാൾ അറിഞ്ഞില്ലെന്ന് വേണം പറയാൻ. അങ്ങനെ നല്ല ഉറക്കത്തിനിടയിൽ തല പിന്നിലോട്ട് വലിക്കും പോലെ തോന്നുകയാണ് ഗോപി ആശാന്. അതായത് തല വലിയും പോലെ. അയാൾ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കി. കണ്ണ് തുറന്ന് പിറകിലോട്ട് നോക്കിയ ഗോപി ആശാൻ ഞെട്ടിപ്പോയി. വല്ലാത്തൊരു സീനാണ് അയാൾ ആ പിറകുവശത്ത് കണ്ടത്. എന്തായിരിക്കും ഗോപി ആശാൻ കണ്ട ആ കാഴ്ച? അതിനുശേഷം എന്താണ് ആ വീട്ടിൽ ഉണ്ടായത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ഓണാക്കുകയും വേണം. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഗോപി ആശാന്റെയും സുമതിയുടെയും ജീവിതത്തിൻ്റെ പിന്നിലോട്ട് നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഗോപി ആശാൻ എന്നാണ് പണ്ട് മുതലേ ഇദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. ഗോപി ആശാന്റെ പണിയെന്ന് പറയുന്നത് തടിവെട്ടാണ്. ആ തടിവെട്ട് പണിക്ക് പോയ ഒരു സ്ഥലത്ത് വച്ചിട്ടാണ് സുമതിയെ പരിചയപ്പെടുന്നതും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതുമെല്ലാം. കടുത്ത പ്രശ്നങ്ങളൊക്കെയാണ് സുമതിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ അതൊക്കെ പുല്ലുപോലെ അവഗണിച്ചിട്ട് ഗോപി ആശാൻ സുമതിയെ അടിച്ചുകൊണ്ടുപോയി കെട്ടി. നല്ല കഠിനാധ്വാനം ചെയ്ത് സുമതിയെ പൊന്നു പോലെയാണ് ആശാൻ നോക്കിയിരുന്നത്. അവരുടെ കണ്ണുപോലും നിറയാൻ അദ്ദേഹം സമ്മതിക്കില്ല. അത്രയ്ക്ക് പൊന്നു പോലെയാണ് നോക്കിയിരുന്നത്. ആ ദാമ്പത്യ ജീവിതത്തിൽ 2 മക്കളും ഉണ്ടായി, ഒരു മോളും ഒരു മോനും. ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഭാര്യയും മക്കളെയും പോറ്റിയ അയാൾ. മക്കള് കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതം നോക്കി പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ ചെറിയ വീട്ടിൽ ആശാനും സുമതിയും മാത്രമാണ്. പ്രായമേറെയായിട്ടും ആശാൻ തടിവെട്ട് പണിയുമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ആരെയും, അതായത് മക്കളെ ഒന്നും ആശ്രയിക്കാതെ ഭാര്യയെ പോറ്റാനായിട്ടാണ് ആ പ്രായത്തിലും അദ്ദേഹം ആ ജോലി ചെയ്യുന്നത്. പക്ഷേ വിധി അതിന് സമ്മതിച്ചില്ല. പെട്ടെന്ന് ശരീരം തളർന്ന് വീഴുകയായിരുന്നു ഒരു ദിവസം പണിക്കിടെ. പിന്നെ ആ കിടപ്പിൽ നിന്നും അയാൾ എഴുന്നേറ്റതേയില്ല. പക്ഷാഘാതമായിരുന്നു സംഭവിച്ചത്. ഗോപി ആശാൻ 1ഉം 2ഉം വർഷമല്ല പിന്നെ ആ കിടപ്പ് കിടന്നത്. നീണ്ട 15 വർഷം ഓടിച്ചാടി ജോലി ചെയ്തുകൊണ്ടിരുന്ന അയാൾ ആ കിടപ്പ് കിടന്നതോടെ അയാളുടെ മനസ്സ് തന്നെ പാതി തളർന്ന മട്ടായി. ഇതിനിടയ്ക്ക് സുമതിയെയും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ തുടങ്ങി. കാരണം അവർക്ക് 70ഓളം വയസ്സ് പ്രായമായി. ഗോപി ആശാന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കാൻ സുമതിക്ക് പറ്റാതായതോടെ മകള് വന്ന് ഇവരെ മകളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. മകള് അവിടെ കൊണ്ട് ചെന്നാൽ അച്ഛനെ നോക്കുന്നതിൽ ഒരു സഹായമാവുമെന്ന് സുമതി കരുതി. അങ്ങനെയാണ് ഇവരങ്ങോട്ട് പോയത്. ഈ മകൻ കുറച്ചു മാറി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് കൊണ്ടുപോകാൻ മകന് പറ്റുന്നില്ല. കാരണം അയാളുടെ ഭാര്യയ്ക്ക് ഈ അമ്മായിയമ്മയെയും അമ്മായിയപ്പനെയും ഒന്നും ഇഷ്ടമല്ല. അവരൊക്കെ ഒരു ബാധ്യതയാണ് അവൾക്ക്. അതുകൊണ്ട് സ്വന്തം മനസമാധാനം നോക്കി മകൻ ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നെ ആകെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മകളായിരുന്നു.
മകളാണെങ്കിൽ അച്ഛനമ്മമാരെ കൊണ്ടുപോയി നോക്കാന്നൊക്കെ ഏറ്റെങ്കിലും അതും പിന്നീട് അവസാനിച്ചൊരു മട്ടാണ്. അവിടെയും ചില പുകച്ചിലൊക്കെ തുടങ്ങി. ഒടുവിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ആവണ്ട എന്ന് കരുതി സുമതി വയ്യാത്ത ഭർത്താവിനെയും കൂട്ടി ആ ചെറിയ വീട്ടിലേക്ക് തന്നെ വന്നു. ആവും പോലെ ആ സ്ത്രീ എല്ലാം നോക്കി. ഇവർ ചെറിയ ചെറിയ പണിക്കൊക്കെ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഭക്ഷണവും മരുന്നും ഭർത്താവിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ. പക്ഷേ ഗോപി ആശാനെ നോക്കി നോക്കി സുമതിക്കും ഇപ്പോൾ വയ്യാണ്ടായി. അവർക്കാണെങ്കിൽ പിന്നീട് ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. ആരോഗ്യം അനുവദിക്കുന്നേയില്ല. ജോലിക്ക് പോകാനേ പറ്റാതെ ആയതോടെ വല്ലാത്ത ബുദ്ധിമുട്ടിലായി അവരുടെ കാര്യങ്ങളൊക്കെ. എന്തിനേറെ പറയണം, മരുന്നിന് പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയായി. ഗോപി ആശാൻ അന്നാട്ടിലെ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു അവസ്ഥ നാട്ടുകാരിലൊക്കെ വിഷമം ഉണ്ടാക്കി. മാത്രവുമല്ല, നാട്ടുകാരൊക്കെ തന്നെ ഇവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ മുമ്പിലോട്ട് വരികയാണ്. അവർ വഴി ഇവർക്ക് രണ്ടുപേർക്കും മരുന്നും പൊതിച്ചോറും ഒക്കെ കൃത്യമായിട്ട് ആ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇതൊക്കെ കണ്ടിട്ടാവണം മകന് കുറ്റബോധം തോന്നി അയാൾ അച്ഛനമ്മമാരെ വന്ന് കാണുകയും പിന്നീട് സുമതിക്ക് വയ്യാത്തത് കാരണം അച്ഛൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കുളിപ്പിക്കാൻ പറ്റുന്നുള്ളൂ, ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് അച്ഛനെ എന്നും വന്ന് ഞാൻ തന്നെ കുളിപ്പിച്ചോളാമെന്നൊക്കെ ഏൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഡെയിലി ഗോപി ആശാനെ കുളിപ്പിക്കാനായിട്ട് മകൻ രാവിലെ ആ വീട്ടിലെത്തുന്നത്. രാവിലെ വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് അയാൾ പോകും. മരുന്നും ഭക്ഷണവും മകൻ്റെ ഇടയ്ക്കുള്ള പരിചരണവും ഒക്കെ ആയിട്ട് പോയപ്പോഴാണ് ഈ രാഷ്ട്രീയ സംഘടനകൾ ഈ കുടുംബത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങളൊക്കെ അങ്ങ് നിർത്തിയത്. എന്ത് കാരണം കൊണ്ടെന്നറിയില്ല, പതുക്കെ പതുക്കെ അവർക്കും മടുത്തതുപോലെ ഇവർക്കുള്ള സഹായമൊക്കെ അങ്ങ് പതുക്കെ നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. നിലച്ചു പോകുന്ന അവസ്ഥയെന്നല്ല, നിലച്ചു പോയി. പിന്നീട് ആരും ഇവരെ തിരിഞ്ഞു നോക്കാതെയായി. ഇത് കുറച്ചൊന്നും അല്ല സുമതിക്കും ഗോപി ആശാനും വിഷമമായത്. വല്ലാത്ത ഒരു അടി തന്നെയാണ് അവർക്ക് കിട്ടിയത്. ആശാനേക്കാളും ഇതിൽ തളർന്നു പോയത് സുമതിയാണെന്ന് വേണം പറയാൻ. സുമതിയും ഗോപി ആശാനും കൂടി ആ വീട്ടിൽ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരിപ്പായി. ഈ വിഷമത്തിനിടയിലും സുമതി ഗോപി ആശാന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ കൈവിട്ട ശേഷം മകൻ അച്ഛനമ്മമാർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് മകൻ ആ നാട്ടിൽ തന്നെ ഒരു പുതിയ വീട് പണി കഴിപ്പിക്കുന്നത്. ആദ്യം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പാല് കാച്ചിന് അച്ഛനെയും അമ്മയും രാവിലെ തന്നെ ആ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സ്ഥിരതാമസത്തിനല്ല, ചടങ്ങിൽ അച്ഛനമ്മമാർ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം മകനുള്ളതുകൊണ്ട്. എന്തായാലും പാല് കാച്ചലിന് മകനൊപ്പം രാവിലെ വരാമെന്ന് ഇവർ പറയുകയും ചെയ്തു. പതിവ് പോലെ ഒരു ദിവസം ഗോപി ആശാൻ കിടന്ന് വലിയ വായിലെ വിളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഈ ആശാൻ മിക്ക ദിവസവും കിടന്ന് ഇങ്ങനെ നിലവിളിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ശരീരത്തിൽ അവിടെ ഒക്കെ ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുന്നതുകൊണ്ട് വേദന കാരണം ഇയാൾ വലിയ വായിലെ നിലവിളി. അപ്പോഴത്തേക്കും സുമതി ദേഹത്ത് കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യും വരെ ഈ വിളി തുടരും. ഇതിനിടയ്ക്ക് ഒന്നും രണ്ടും ഒക്കെ കിടന്ന കിടക്കി തന്നെ സാധിക്കുകയും ചെയ്യും. ഇതെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നതും ഈ സ്ത്രീയാണ്. ഒരു ദേഷ്യവും കാണിക്കാതെ അവർ അതെല്ലാം ചെയ്ത് നീറ്റാക്കി വെക്കും. അന്ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു. രാവിലെ തന്നെ സുമതി എഴുന്നേറ്റു. സുമതി ഓരോ കഷ്ടപ്പാടുകൾ ഇങ്ങനെ ഭർത്താവിനോട് പറയുകയാണ്. നിങ്ങളെ നോക്കാനാണെങ്കിൽ എനിക്കിപ്പോൾ വയ്യാണ്ടായി, കയ്യിലാണെങ്കിൽ 10ൻ്റെ പൈസയില്ല, നമ്മൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഭാര്യയെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ പോകുന്നതോടെ നിന്റെ കഷ്ടപ്പാടെല്ലാം തീരും. സുമതി ഒന്നും മിണ്ടിയില്ല. അവർ ഒറ്റയ്ക്കിരുന്ന് പഴയതും പുതിയതുമായി തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. ആ ആലോചന ഇങ്ങനെ കുറച്ച് നേരം നീണ്ടു. ആ ഒരേ ഇരിപ്പിരുന്ന് അവരിങ്ങനെ ആലോചിക്കുകയാണ്. ഇതിനിടയിൽ ഗോപി ആശാനാണെങ്കിൽ വിളിക്കുന്നുണ്ട്. അടുത്ത് ചെല്ലുന്നതും അയാൾ ചോദിച്ചു, എത്ര നേരം കൊണ്ട് നിന്നെ കിടന്ന് വിളിക്കുന്നു, നീ അപ്പുറത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സുമതി ഈ ശകാരവും പിറുപിറുക്കലും ഒന്നും ശ്രദ്ധിച്ചില്ല. അവരാണെങ്കിൽ ഭർത്താവിൻ്റെ മലവും മൂത്രവും ഒക്കെ അപ്പോഴും എടുത്ത് കളയുന്നുണ്ട്, അയാളെ വൃത്തിയാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ അച്ഛനെ കുളിപ്പിക്കാൻ വരുന്ന മകൻ അന്ന് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണവും കൊണ്ടാണ് കുളിപ്പിക്കാനായിട്ട് വരുന്നത്. അയാൾ നേരെ വന്ന് അച്ഛനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കട്ടിലിൽ കൊണ്ട് കിടത്തിയ ശേഷം കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ വീണ്ടും സുമതി ഭർത്താവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണ്.
ഒടുവിൽ അവരെഴുന്നേറ്റ് ഭർത്താവിനെ വല്ല വിധേനയും താങ്ങി പിടിച്ച് ആ കസേരയെ കൊണ്ടിരുത്തി. ഗോപിയാശാന് വലിയൊരു ആശ്വാസമായി. എത്ര നാളുകൾക്ക് ശേഷമാണ് സുമതി ഇതേപോലെ കസേരയിലൊന്ന് കൊണ്ടിരുത്തുന്നത്. അയാൾ ആ സ്ത്രീയോട് പറഞ്ഞു, വലിയൊരാശ്വാസമാണ് നീ ഇപ്പം എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയതെന്ന്. അപ്പോഴേ സുമതി പറയുകയാണ്, എനിക്ക് തീരെ വയ്യ, എനിക്ക് നിങ്ങൾക്ക് മുന്നേ പോകുമോ എന്നൊരു പേടിയുണ്ട്. ഞാൻ കൂടെ പോയാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആരും നോക്കില്ല. ഇതും പറഞ്ഞ് അവരിങ്ങനെ കരയുകയാണ്. ഗോപിയാശാൻ പറഞ്ഞു, എനിക്ക് മുന്നേ നിനക്കൊന്നും പറ്റില്ല. അപ്പോൾ സുമതി പറയുകയാണ്, എൻ്റെ കാലശേഷം നിങ്ങൾ കഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് മുന്നേ നിങ്ങൾ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗോപിയാശാന് ഒന്നും പിടിയിട്ടില്ല. മനോവിഷമത്തിൽ പറയുന്നതല്ലേ. അയാൾ മിണ്ടാതിരുന്നു. മരണം അടുത്താലല്ലേ പോകാൻ പറ്റൂ എന്നും പറഞ്ഞ് അയാൾ ഒരു ചിരിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സുമതി പറഞ്ഞു, അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഇനി കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രയും പറഞ്ഞിട്ട് ഇവർ എഴുന്നേറ്റ് അടുക്കളയിലോട്ടൊരൊറ്റ പോക്കായിരുന്നു. ആശ ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ ഇരുന്ന് ആ ഇരിപ്പിൽ തന്നെ നല്ല ഉറക്കത്തിലായി. ഉറക്കത്തിനിടയിൽ അയാൾക്ക് തല പിന്നിലോട്ട് വലിയുന്നത് പോലെ തോന്നി. കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് സുമതി നിൽക്കുന്നത്. അവരുടെ കയ്യിൽ ഒരു കത്തിയും ഉണ്ട്. ഭർത്താവിൻ്റെ കഴുത്ത് പിന്നിലോട്ട് വലിച്ചു പിടിച്ച് ഒരു കോഴി അറക്കുന്നത് പോലെ അവർ അറഞ്ചം പറഞ്ഞ് ഒരു 3-4 തവണ കീറുകയാണ്. രക്തം ചീറ്റി ഒഴുകി തറയിൽ വീണ് പിടഞ്ഞ് ഗോപിയാശാൻ മരിച്ചു. ഭർത്താവിൻ്റെ ആ മരണം കണ്ട ശേഷം സുമതി നേരെ ഓടുകയാണ് വീടിനടുത്തുള്ള കുളം ലക്ഷ്യം വെച്ച്. സുമതി കുളത്തിനടുത്തേക്ക് ഓടുന്നത് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അവരുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലും ഒക്കെ ചോര പറ്റിയിരിക്കുന്നത് കണ്ടപ്പോഴേ ആൾക്കാർക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി, എന്തോ അരുതാത്ത സംഭവിച്ചെന്ന്. സുമതി കുളത്തിനടുത്ത് എത്തിയതും അവരവിടെ കുഴഞ്ഞു വീഴുകയാണ്. സുമതിയെ പിന്തുടർന്ന് ചെന്ന ആൾക്കാർ കാണുന്നത് ബോധമില്ലാതെ കിടക്കുന്ന സുമതിയെയാണ്. ഉടൻ തന്നെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടി. അതേ തുടർന്ന് പോലീസ് അവിടെ എത്തുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടിയ സുമതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ അവർ അവശയായിരുന്നു. എന്നിരുന്നാലും പോലീസിനോട് ഭർത്താവിനെ താൻ കഴുത്തറുത്ത് കൊന്നുവെന്ന് സുമതി മൊഴി കൊടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവിന് ഞാനില്ലാതെ പറ്റില്ല. എനിക്കാണെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള അസുഖങ്ങൾ പലതും ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് മരുന്നിന് പോലും പണം കണ്ടെത്താൻ പറ്റാത്തൊരു പരിസ്ഥിതിയാണ് എനിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം കഷ്ടപ്പെടുമെന്ന് അറിയാവുന്നുള്ളതുകൊണ്ടും എനിക്ക് അദ്ദേഹത്തെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ കഴിയാത്തൊരവസ്ഥ ആയതുകൊണ്ടുമാണ് ഞാൻ ഇത് ചെയ്തത്. ഇത്രയും പറഞ്ഞ് അവർ വീണ്ടും ബോധരഹിതയായി നിലത്ത് വീണു. തുടർന്ന് പോലീസ് ഇവരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പുറത്താണെങ്കിൽ ഗോപിയാശാന്റെ ശവസംസ്കാരമൊക്കെ മക്കളും ബന്ധുക്കളും ഒക്കെ നടത്തുകയും ചെയ്തു. ഗോപിയാശാന്റെ ശവസംസ്കാരം കഴിഞ്ഞ് കൃത്യം 2-ാം ദിവസം ആശുപത്രിയിൽ വച്ച് തന്നെ സുമതിയും മരണപ്പെട്ടു. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.